അക്നൂറിലാണ് ഉള്ളത്. റിപ്പോർട്ടർ സംഘം അക്നൂറിലെ ഗ്രൗണ്ട് റിപ്പോർട്ടാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ നിൽക്കുന്ന ഈ അക്നൂറിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇവിടെ വെച്ചാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ വിമാനം ഇന്ത്യ ആക്രമിച്ച് നിലത്തിയിട്ടത്. ജെറ്റ് JF-17 എന്ന പാകിസ്ഥാൻ യുദ്ധവിമാനം ഇന്ത്യ തകർത്തത് ഇവിടെയാണ് വിമാനം തകർന്നു വന്ന് വീണത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. മേഖലയിലെ കാടുകളും മരങ്ങളൊക്കെ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. വിമാനത്തിന്റെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ സൈന്യം വന്ന് ഇവിടെ നീക്കിയിട്ടുണ്ട്. വളരെ നാമമാത്രമായ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ മേഖലയിൽ വലിയ ആക്രമണം ഇന്ത്യ നടത്തിയതിന് പിന്നാലെ പാക് യുദ്ധവിമാനം ഇന്ത്യൻ അതിർത്തിയിലേക്ക് വന്നത് എന്നാണ് സൈന്യം അന്ന് വ്യക്തമാക്കിയത്. ആ വിമാനമാണ് ഇന്ത്യക്ക് എന്താണെങ്കിലും ഇവിടെ വെച്ച് തകർക്കാൻ കഴിഞ്ഞത്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. അഗ്നൂറിലെ ബാർബാഖല എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര്. ഈ ഗ്രാമത്തിന് മുകളിൽ വെച്ചാണ് പാകിസ്ഥാന്റെ വിമാനത്തെ ഇന്ത്യ ആക്രമിക്കുകയും ഇതിനെ നിലം പരിശാക്കുകയും ചെയ്ത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ മേഖല ഏറെക്കുറെ ഒരു വലിയ ചുറ്റളവ് മേഖല പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ഈ വാഹനത്തിന്റെ പ്രത്യേകിച്ച് വിമാനത്തിന്റെ ഇന്ധനം കത്തുമ്പോഴുള്ള വലിയ ഗന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു. മരങ്ങൾ പൂർണ്ണമായും ഏകദേശം 5ഓളം വരുന്ന മരങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. നമുക്ക് കല്ലുകളിലൊക്കെ നോക്കിയാൽ ആ കരി പിടിച്ചു കിടക്കുന്ന കാണാൻ കഴിയും. വലിയ തരത്തിൽ വിമാനം കത്തിയപ്പോൾ ഉണ്ടായ ബാക്കി കരികൾ അത്തരത്തിൽ വലിയ ആഘാതം എന്താണെങ്കിലും ഈ മേഖല ഏറ്റിട്ടുണ്ട്. ഇതൊരു പാടമാണ്. സാധാരണഗതിയിൽ കൃഷികൾ നടത്തുന്ന ഒരു പാടപ്രദേശമാണ്. അവിടെയാണ് വിമാനം എന്താണെങ്കിലും ഇടിച്ച് അത്തരത്തിൽ ഇന്ത്യൻ സൈന്യം തകർത്ത് വീഴ്ചത് എന്താണ് യാഥാർത്ഥ്യം. വിമാനത്തിന്റെ വളരെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് അവശേഷിക്കുന്നുള്ളൂ. സുരക്ഷാ സേന ഇത്തരത്തിൽ ഈ വിമാനം തകർത്ത് ഇവിടെ വീഴ്ചതിന് പിന്നാലെ തന്നെ ഇങ്ങോട്ട് എത്തുകയും ഇവിടെ ഈ മേഖല പൂർണ്ണമായും അടച്ചുകൊണ്ട് ഇവിടെ നിന്ന് ആ വിമാനത്തിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ എല്ലാം എടുത്തു നീക്കുകയും ചെയ്തു. അതിന്റെ വളരെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പച്ച കളറടിച്ച കുറച്ച്, അതായത് ഈ പാകിസ്ഥാന്റെ വിമാനം പച്ച കളറായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ചില കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുമൊക്കെ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാൻ കഴിയും. വിമാനത്തിന്റെ ചില അവശിഷ്ടങ്ങൾ മാത്രമാണ്. ബാക്കി അവശിഷ്ടങ്ങളെല്ലാം സൈന്യം ഇവിടെ നിന്ന് നീക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പരിസരവാസികളോടൊപ്പം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിമാനത്തിന്റെ വളരെ കുറച്ച് അവശിഷ്ടങ്ങൾ നമുക്ക് എന്താണെങ്കിലും ഇവിടെ ഈ ഘട്ടത്തിലും കാണാൻ കഴിയും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമായ പാകിസ്ഥാന്റെ 9 കേന്ദ്രങ്ങളിൽ എന്താണെങ്കിലും ഇന്ത്യ നടത്തിയത്. ആ ആക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ യുദ്ധവിമാനം JF-17 അവശിഷ്ടങ്ങളാണ്. JF-17 ഒരു ലൈറ്റ് വെയ്റ്റ് 4th ജനറേഷൻ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ്. ചൈനയിൽ നിന്ന് അത് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ഇപ്പോൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിൽ പ്രധാനിയായി നിൽക്കുന്നത് ചൈനയാണല്ലോ. അപ്പോൾ ചൈനയുടെ സഹായത്തോടെ ചൈനയ്ക്ക് തന്നെ നാണക്കേടാണ് ഈ കാഴ്ച. ചൈന കൊടുത്ത വിമാനം ദാ ഇന്ത്യൻ മണ്ണിൽ കിടക്കുന്നു, തകർന്നു കിടക്കുന്നു. ഇന്ത്യ തിരിച്ച് പാകിസ്ഥാനിൽ പോയി തിരിച്ചടിച്ച് തിരിച്ചു വരുന്നു. അതേക്കുറിച്ച് വിശദീകരിക്കുന്നു. ഇന്ത്യയുടെ പങ്കാളികൾ ആരൊക്കെയാണ്, ഇന്ത്യക്കൊപ്പം ആരാണ് നിൽക്കുന്നത്, റഷ്യയും ഇസ്രയേലും അടക്കം ഏതൊക്കെ രാജ്യങ്ങൾ ഇന്ത്യക്ക് ഇതിനകം തന്നെ പൂർണ്ണ പിന്തുണ, നിരുപാധിക പിന്തുണ പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നത് ഇന്ത്യ ലോകത്തോട് പറയാൻ പോവുകയാണ് 5:30. പഴയ ഇന്ത്യയല്ല, പുതിയ ഇന്ത്യയാണിതെന്ന് വിളിച്ചു പറയാൻ പോകുന്ന വാർത്താ സമ്മേളനം 5:30 നടക്കാൻ പോവുകയാണ്. നോബൽ അവശിഷ്ടങ്ങൾ അവിടെ കിടക്കുന്നു. പാകിസ്ഥാന്റെ അവകാശവാദങ്ങളും ഇതുപോലെ തരിപ്പണമായി കഴിഞ്ഞില്ലേ? ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങൾ അടക്കം ഞങ്ങൾ വെടിവെച്ചിട്ടു എന്ന അവകാശവാദങ്ങൾ ഇതുപോലെ പൊളിഞ്ഞു കിടക്കുകയല്ലേ നോബൽ? തീർച്ചയായും സുജയ, പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ വിമാനങ്ങളെ ആക്രമിക്കപ്പെട്ടു, റഫാൽ അടക്കമുള്ള വിമാനങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നാണ്. പക്ഷെ നമ്മൾ ദൃശ്യങ്ങൾ നോക്കുന്നു, അല്ലെ പച്ച കളറിലുള്ള പാകിസ്ഥാന്റെ പെയിന്റ് അടിച്ച വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ പക്കൽ ഇപ്പോഴും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നിരവധി അവശിഷ്ടങ്ങൾ, ഇത് ഒരു വിമാനം തകർന്നപ്പോൾ ഉള്ള എല്ലാ അവശിഷ്ടങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സുരക്ഷാ സേന വന്നുകൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ കൂടിയുള്ള പശ്ചാത്തലത്തിൽ അതെല്ലാം ഇവിടെ നിന്ന് എടുത്തു മാറ്റുന്നതാണ് ഇവിടുത്തെ നാട്ടുകാർ കണ്ടതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. നാട്ടുകാരടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശത്തെക്കുറിച്ച് ചോദിക്കാവുന്നതാണ്. നമുക്ക് മറ്റു കുറച്ച് അവശിഷ്ടങ്ങൾ കൂടിയൊക്കെ കാണിക്കാൻ കഴിയും വിമാനത്തിന്റെ. എന്താണെങ്കിലും ഇത്തരത്തിൽ നിരവധി അവശിഷ്ടങ്ങൾ ഇവിടെ ഈ മേഖലയിൽ ഇപ്പോൾ ഉപേക്ഷിച്ച നിലയിൽ എന്താണെങ്കിലും കിടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, വിമാനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എല്ലാം എന്താണെങ്കിലും സുരക്ഷാ സേന ഇവിടെ നിന്ന് ഈ ദൃശ്യങ്ങളിലുള്ള ഈ അവശിഷ്ടങ്ങളുടെ ഒറിജിനൽ JF-17 പാകിസ്ഥാന്റെ JF-17 എന്ന ഫൈറ്റർ ജെറ്റ് യുദ്ധവിമാനം ഇന്ത്യയുടെ ആകാശത്ത് നമ്മൾ ആദ്യം കാണുന്നത് പാംപോറിലാണ്. ബുധനാഴ്ച, അതായത് ഇന്നലെ പുലർച്ചെയാണ് ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ അവിടെ അടിച്ചിട്ടത്. ഇത് ഇസ്ലാമാബാദിന് അല്ലെങ്കിൽ ചൈനയ്ക്ക് ഒക്കെ ഒരു പോയിന്റ് ഓഫ് പ്രൈഡ് ആയിരുന്നു. ആ അഭിമാനമാണ് അവിടെ തകർന്ന് ഇപ്പോൾ താഴെ കിടക്കുന്നത്. നോബൽ ഇപ്പോൾ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നത് ഒരിക്കൽ പാകിസ്ഥാന്റെ അഭിമാനമായി കൊണ്ടു നടന്ന ചൈനീസ് ഫൈറ്റർ ജെറ്റിന്റെ അവശിഷ്ടമാണ് നോബൽ. തീർച്ചയായും പാകിസ്ഥാൻ അവരുടെ അഭിമാനം എന്ന് പറഞ്ഞു കൊണ്ടു നടന്ന ചൈനയിൽ നിന്ന് വാങ്ങിച്ച അവരുടെ ഫൈറ്റർ ജെറ്റിന്റെ അവശിഷ്ടങ്ങളാണ് നമ്മുടെ കയ്യിൽ എന്താണെങ്കിലും ഉള്ളത്. നേരത്തെ നിരവധി അവശിഷ്ടങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമാണ്, വിമാനത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും അങ്ങനെ ഒരുപാട് അവശിഷ്ടങ്ങൾ, പ്രധാനമായും ഇവിടെ ഈ തരത്തിൽ ഈ വിമാനം അടിച്ചിട്ടതിന് പിന്നാലെ സുരക്ഷാ സേന എത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്ന് ബാക്കി സാമഗ്രികളൊക്കെ എടുത്ത് മാറ്റുകയും ചെയ്തു. പ്രദേശവാസിയായ ആളുകൾക്ക് നമുക്കൊപ്പമുണ്ട്. ക്യാ ഹുവ കബ് ഹുവ?
ये परसों रात को मतलब तकरीबन 2 बजे एकदम गांव के अंदर पूरी रोशनी छा गई। इसका कुछ हिस्सा इधर गिरा, कुछ उधर गिरा, जिसके लिए पूरे गांव वाले डर गए कि ये क्या हो गया, क्योंकि यहाँ पर ऐसे पहले कभी नहीं हुआ। तो उसके बाद में यहाँ पर डर का माहौल हो गया। पूरे गांव के लोग पूरी रात सो नहीं पाए। तो डर का एक माहौल था, भाई ये विमान गिर गया, पाकिस्तान ने गिराया या इंडिया ने गिराया, इसकी वजह से यहाँ पर एक डर का माहौल हो गया। पता नहीं हुआ किसको किसी को कुछ नहीं पता लगा कि ये किसका फ्लाइट था, किसका, क्योंकि रात का टाइम था। रात को तकरीबन 2:20 का ये टाइम था। तो वहाँ पर एकदम रोशनी हो गया पूरा गांव के अंदर। रोशनी के कारण लोगों ने देखा ये क्या हो गया। पूरे लोग गांव से बाहर आ गए, इकट्ठे हुए, जगह जगह फिर अफरा तफरी मच गई और फिर आर्मी को तलाक किया गया। फिर आर्मी आई, उसके बाद इसको कवर कर दिया गया। पहला बार ऐसा हुआ था? पहली बार ऐसा हुआ है इस एरिया के अंदर, पहली बार ऐसा हुआ। यहाँ पर आज से पहले ऐसे कभी नहीं हुआ है। आर्मी लोग क्या बोला इसके बारे में? इसके बारे में आर्मी लोग कुछ नहीं बोला, आने नहीं दिया किसी को। उसके बाद में यहाँ का जितना भी इसका मलबा था उठाया और वो उठा के यहाँ से ले के चले गए। बोलते हैं पाकिस्तान का फ्लाइट जेट है। अब ये तो आर्मी लोगों को पता है कि ये पाकिस्तान का है या किसका है, लेकिन यहाँ पर फ्लाइट गिरा है। തീർച്ചയായും സുജയ, ഈ നാട്ടുകാരനാണ് പറഞ്ഞത് 2 മണി കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു വലിയ ഒച്ച കേൾക്കുകയും ഈ പ്രദേശം മുഴുവൻ വലിയ തീഗോളമായി മാറുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും മാവ് അടക്കമുള്ള മരങ്ങളാണ്, അതോടൊപ്പം തന്നെ മറ്റ് മുള അടക്കമുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ഈ മരങ്ങളൊക്കെ പൂർണ്ണമായും കത്തിനശിച്ചു. അതായത് വലിയ സ്ഫോടനത്തോടെയാണ് ഈ വിമാനം ഇവിടെ വീണത് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ മരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും എത്രത്തോളം മരങ്ങൾ കത്തിയിട്ടുണ്ട്. നിന്ന് കത്തുക, ചില മരങ്ങളൊക്കെ നിന്ന് കത്തുകയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ഇവിടെ മാത്രമല്ല, കുറച്ചപ്പുറം മാറി, അതായത് സൈനിക കേന്ദ്രത്തോട് അല്പം ചേർന്ന് ഈ വിമാനത്തിന്റെ മറ്റൊരു ഭാഗം കൂടി വീണിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ സൈനിക മേഖല ആയതുകൊണ്ടും സുരക്ഷാ മേഖല ആയതുകൊണ്ടും നമുക്ക് അങ്ങോട്ട് കാരണം ഈ ചൈനീസ് നിർമ്മിത JF-17 എന്ന ഫൈറ്റർ ജെറ്റിന്റെ അവശിഷ്ടങ്ങളാണ്. അത് പതിച്ച സ്ഥലത്തു നിന്നുള്ള എക്സാക്ട് ഗ്രൗണ്ട് റിപ്പോർട്ടാണ് ഇപ്പോൾ നോബൽ മാരിക്കാരൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ കാണുന്ന പ്രേക്ഷക ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ JF-17 എന്ന് പറയുന്ന പാകിസ്ഥാന്റെ കൈവശമുള്ള ഫൈറ്റർ ജെറ്റ്. ഈ ഫൈറ്റർ ജെറ്റിന്റെ പ്രത്യേകത ഇത് എയർ ടു എയർ, എയർ ടു സർഫസ്, ആന്റി ഷിപ്പ് മിസൈൽസ്, അതുപോലെ തന്നെ ഗൈഡഡ് ആൻഡ് അൺഗൈഡഡ് ബോംബ്സ് ഇതൊക്കെ ക്യാരി ചെയ്യാൻ കഴിയുന്ന ഒരു വിമാനമാണ്, യുദ്ധവിമാനമാണ്. അതോടൊപ്പം തന്നെ ട്വിൻ ബാരൽ ഓട്ടോ ക്യാനൺ ഉണ്ട്. ഈ കേപ്പബിലിറ്റീസ് എല്ലാം ഉള്ള വിമാനമാണ് ഇപ്പോൾ അടിച്ച് താഴെയിട്ട് നമ്മുടെ നോബലിനെ കൈകൊണ്ട് ഇപ്പോൾ ചപ്പുചവറുകൾ പെറുക്കുന്നത് പോലെ നോബലിനെ പെറുക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ JF-17 ദാ നമ്മുടെ സൈന്യം തകർത്തിട്ടിരിക്കുന്നു. ഇതാണ് ഇന്ത്യ, ഇതാണ് ഇന്ത്യൻ സൈന്യം എന്ന് പാകിസ്ഥാന് കാണിച്ചു കൊടുക്കാൻ പാകിസ്ഥാൻ അപ്പുറത്ത് അടിച്ചിട്ടു എന്ന് പറയുന്ന നമ്മുടെ റഫാലിന്റെ ഒരു കഷണമെങ്കിലും പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് ഇതുപോലെ കണ്ടെടുത്ത് കാണിക്കാൻ കഴിയുമോ? ഇതിപ്പോൾ സൈന്യമല്ല, ഞങ്ങളുടെ നോബൽ മാരിക്കാരൻ ദാ പ്രേക്ഷകർക്ക് അതോടൊപ്പം തന്നെ പാകിസ്ഥാന് കാട്ടിക്കൊടുക്കുന്നു. ഇതാണ് നിങ്ങളുടെ JF-17, അതിന്റെ അവശിഷ്ടങ്ങൾ ദാ പെറുക്കിയെടുക്കാം. ബാക്കിയെല്ലാം നമ്മൾ തൂത്തുവാരി കളഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ ഇപ്പോൾ അഖ്നൂരിൽ നിന്ന് നോബൽ മാരിക്കാരൻ തത്സമയം കാണിച്ചു തരികയാണ്. ഇതാണ് ഇന്ത്യ. ഇവിടേക്ക് ഇന്ത്യൻ അതിർത്തി കടന്നു വന്നാൽ JF-17 അല്ല, പാകിസ്ഥാന്റെ പക്കലുള്ള ഏത് യുദ്ധവിമാനമായാലും അതിന്റെ അവസ്ഥ ഇതായിരിക്കും എന്നതല്ലേ നോബൽ ഇന്ത്യ ഈ പ്രതിരോധത്തിലൂടെ പറയുന്നത്? തീർച്ചയായും സുജയ, ഇന്ത്യ കൃത്യമായ സന്ദേശം നൽകുന്നതാണ് ഈ കാണുന്ന എന്റെ കയ്യിലിരിക്കുന്ന ഒരു വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ. അതും ഒരു രാജ്യത്തിന്റെ യുദ്ധവിമാനത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇത്തരത്തിൽ നമ്മുടെ കൈകളിലേക്ക് എത്തിയത്. അങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ജീവിതത്തിൽ ഇങ്ങനെ ഒരു യുദ്ധവിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കയ്യിലെടുക്കേണ്ടി വരുന്നത്. എന്താണ് ഇന്ത്യൻ സൈന്യയുടെ ശക്തി വ്യക്തമാക്കുന്നതാണ് ഈ കാര്യമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അതിർത്തി കടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ വിമാനങ്ങളുടെ അവസ്ഥ എന്ന് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്കടക്കം മനസ്സിലാവും. കാരണം ഇന്ത്യ അവിടെ പോയി 9 കേന്ദ്രങ്ങൾ ആക്രമിച്ച് അവിടെ നിലംപരിശാക്കിയെങ്കിൽ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി പാകിസ്ഥാൻ വിട്ടൊരു വിമാനമാണ്. ആ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളാണ് എന്റെ കയ്യിൽ എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ ഉള്ളത്. പാകിസ്ഥാന് ചുട്ട മറുപടി തന്നെയാണ് ഇന്ത്യ ആ ഘട്ടത്തിൽ നൽകിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വിമാനങ്ങളൊക്കെ ഇതിൽ പലതും, പ്രത്യേകിച്ച് റഫാൽ അടക്കമുള്ള വിമാനങ്ങൾ ഇന്ത്യയുടെ വിമാനങ്ങൾ തകർത്തു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും സാധാരണഗതിയിൽ പച്ച കളറുള്ള, ഇതാണ് പച്ച കളറുള്ള പാകിസ്ഥാന്റെ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളാണ് എന്താണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ ആക്രമണം അവിടെ നടത്തിയതിനു ശേഷം തിരിച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന ശത്രുരാജ്യത്തിന്റെ വിമാനം കൃത്യമായി തന്നെ ആക്രമിച്ച് നിലത്തിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് ഇതിൽ ഏറ്റവും അഭിമാനകരമായ നേട്ടം. എന്താണെങ്കിലും ആ നേട്ടം ഇന്ത്യ കൃത്യമായി തന്നെ ആ രാത്രി തന്നെ കൈവരിച്ചിരുന്നു. അതായത് പാകിസ്ഥാന്റെ പ്രത്യാക്രമണം ആ രാത്രി തന്നെ ഇന്ത്യ തടഞ്ഞിരുന്നു എന്നതിന്റെ തെളിവും ദൃശ്യങ്ങളുമാണ്. നോബൽ, നമ്മൾ പ്രദേശവാസികളോട് ചോദിക്കുമ്പോൾ പ്രേക്ഷകരിൽ പലരും ചോദിക്കുന്നുണ്ട്, ഇത് മിസൈലാണോ അതോ ഫൈറ്റർ ജെറ്റ് ആണോ? ഈ JF-17 ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം, അർദ്ധരാത്രി പിന്നിടുന്ന വേളയിൽ, അതായത് നമ്മുടെ ആക്രമണം പാകിസ്ഥാൻ അതിർത്തിയിൽ നടക്കുന്ന വേളയിൽ 1:05 1:30 വേളയിൽ നമ്മൾ അടിക്കുന്നു. ഇപ്പുറത്ത് നമ്മുടെ അതിർത്തി കടന്ന് വരാൻ വന്ന JF-17 അതേ പുലർച്ചെ തന്നെ 2 മണിക്ക് ശേഷമാണ് വന്നത് എന്നതല്ലേ പ്രദേശവാസികൾ പറയുന്നത്?
തീർച്ചയായും 2:20 ഈ വിമാനം ഇന്ത്യയിലേക്ക് കടന്നു വന്നു. അത്തരത്തിൽ 2:20 വിമാനം ഇവിടെ തകർന്നു വീണത് എന്നാണ് പരിസരവാസി അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. അവർ പറയുന്നത് വലിയ ശബ്ദത്തോടെ ഒരു തീഗോളം ഉണ്ടാവുകയാണ് ചെയ്തത്. അവർ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഇതുവരെ, പ്രത്യേകിച്ച് ഈ ജമ്മു അതിർത്തിയിലൊക്കെ അഖ്നൂർ അടക്കമുള്ള മേഖലയിൽ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘനവും പാകിസ്ഥാൻ ഷെല്ലാക്രമണവും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇത്ര വലിയ ഉഗ്രസ്ഫോടനം, ഇത്ര വലിയ ശബ്ദത്തോടെ ഇത്തരത്തിലൊരു ഉഗ്രസ്ഫോടനം എന്താണെങ്കിലും ഇവർ കേൾക്കുകയോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത്തരത്തിലൊരു ഉഗ്രസ്ഫോടനം നടന്ന സമയത്താണ് ഈ ആളുകൾ എന്താണെന്നറിയാൻ വേണ്ടി ഓടി ഇങ്ങോട്ട് വന്നത്. കാരണം വലിയ തീഗോളം, പ്രത്യേകിച്ച് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ മരങ്ങൾ പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും മരങ്ങൾ കത്തി നിൽക്കുമ്പോൾ വലിയ തരത്തിൽ തീഗോളം ആകാശത്തേക്ക് ഉയരുകയോ അത് നിന്ന് കത്തി, പ്രത്യേകിച്ച് വിമാനം പകർന്നു വീഴുമ്പോൾ അതിൽ ഇന്ധനം ഉണ്ടായിരുന്നു, മറ്റ് അതിന്റെ ഈ കത്താൻ പോകുന്ന നിരവധി പാർട്സുകൾ, അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ കത്തുമ്പോൾ വലിയ രീതിയിൽ തന്നെ തീഗോളം ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുകയായിരുന്നു. പൊട്ടിത്തെറികൾ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും ആ ഘട്ടത്തിൽ ആളുകൾക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഇവിടുത്തെ പരിസരവാസികൾക്കടക്കം മനസ്സിലായില്ല. പക്ഷെ ഇങ്ങോട്ട് അവർ എത്താൻ നോക്കിയപ്പോഴേക്കും ആർമി സഖ്യം, പ്രത്യേകിച്ച് സുരക്ഷാ സേന ഈ മേഖലയിലേക്ക് എത്തുകയും ഈ മേഖല പൂർണ്ണമായും അടയ്ക്കുകയും ചെയ്തു. അതിന് പിന്നാലെ അവരുടെ വിശദമായ പരിശോധന നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ പരിശോധനയ്ക്ക് ശേഷമാണ് ഇവിടെ നിന്ന് ഈ സാമഗ്രികൾ എല്ലാം എടുത്തു മാറ്റി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വലിയ സ്ഫോടനം നടന്നപ്പോൾ, പ്രത്യേകിച്ച് വലിയ കല്ലുകളൊക്കെ പൊട്ടിത്തെറിച്ചു പോയിട്ടുണ്ട്. ഈ സ്ഫോടനത്തിൽ തകർന്ന വലിയ കല്ലുകളൊക്കെ ഇത്തരത്തിൽ വിമാനം വന്ന് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചപ്പോൾ ഈ കല്ലുകളൊക്കെ തകർന്നു പോയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിരവധി കല്ലുകളും അതോടൊപ്പം തന്നെ മരങ്ങൾ പിളർന്നു പോയിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ തന്നെ ഉള്ളൊരു സ്ഫോടനമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഈ വിമാനത്തിന്റെ ഓരോ അവശിഷ്ടങ്ങൾ വന്ന് കുത്തി വീണതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ മണ്ണും കല്ലുമൊക്കെ പൂർണ്ണമായും ഇളകി തകർന്ന് നശിച്ചു പോയിട്ടുണ്ട്. ഇവിടെ അത്തരത്തിൽ വലിയ തരത്തിലുള്ള ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ ഗ്രൗണ്ട് സീറോയിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള അവശിഷ്ടങ്ങൾ അത് ബാക്കിയാക്കിയിരിക്കുന്നത് ചൈനീസ് നിർമ്മിത ഫൈറ്റർ ജെറ്റിന്റേതാണ്. പ്രദേശവാസികൾ നൽകുന്ന വിവരം ഇതാണ്. അവിടെ ചിതറിക്കിടക്കുന്ന അവശിഷ്ടങ്ങൾ, അതോടൊപ്പം തന്നെ ആ പ്രദേശത്തുണ്ടായിരിക്കുന്ന വലിയ നാശനഷ്ടങ്ങൾ, ബാക്കിയുള്ള ഡെബ്രി ഒക്കെ അവിടെ നിന്ന് സൈന്യം തന്നെ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. മരങ്ങൾ കത്തിക്കരിഞ്ഞിരിക്കുന്നു. അഖ്നൂറിൽ തകർന്നു വീണ പാംപോറിന്റെ ആകാശത്ത് വെച്ചാണ് ഇത് വെടിവെച്ചിടുന്നത്. താഴേക്ക് വീണതിന്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ, അവിടെ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ, അതൊക്കെയാണ് ഗ്രൗണ്ട് സീറോയിൽ നിന്ന്, അഖ്നൂരിൽ നിന്ന് ഇപ്പോൾ നോബൽ മാരിക്കാരൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രകോപനം അത് ഇന്നലെ പുലർച്ചെ ഉണ്ടായ വേളയിലാണ് നമ്മൾ ഇങ്ങനെയൊരു തിരിച്ചടി കൊടുത്തത്. അതേസമയം തന്നെയാണ് നമ്മൾ 1:05-നും 1:30-നും പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളിൽ പോയി ആ കേന്ദ്രങ്ങൾ തച്ചു തകർത്തത്. ഇത് രണ്ടും സംഭവിച്ചത് സമാനമായ സമയങ്ങളിലാണ്. എന്നാൽ ഈ അഖ്നൂരിൽ തകർന്നു വീണ JF-17 ചിത്രങ്ങളടക്കം നമ്മളത് വെടിവെച്ചിട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്ന് 5:30-ക്കുള്ള ബ്രീഫിംഗിൽ നമുക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ കേൾക്കാനും സാധ്യതയുണ്ടല്ലേ നോബൽ? തീർച്ചയായും വിദേശകാര്യ മന്ത്രാലയം ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രധാനമായും കാരണം ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയ നേട്ടം തന്നെയാണ് ഇത്തരത്തിലൊരു യുദ്ധവിമാനം ഇന്ത്യൻ മണ്ണിലേക്ക് വന്നപ്പോൾ. അത് ആൾതാമസമില്ലാത്ത, ആളുകൾ ഇല്ലാത്തൊരു മേഖലയിൽ ഇത്തരത്തിൽ ഇടിച്ച് അത്തരം തകർത്തിടാൻ കഴിഞ്ഞു എന്നത് ഇന്ത്യക്ക് വലിയൊരു നേട്ടമാണ്. കാരണം മറ്റ് നാശനഷ്ടങ്ങളൊന്നുമില്ല. പക്ഷേ ഈ വിമാനത്തിന്റെ പൈലറ്റിനെ കുറിച്ച് ഇപ്പോഴും വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. ഇയാളെ കിട്ടിയിട്ടില്ല എന്നൊരു പ്രാഥമിക വിവരം മാത്രമാണ് ഈ ഘട്ടത്തിൽ പോലീസും അതോ മറ്റ് സംവിധാനങ്ങളും എന്താണെങ്കിലും പങ്കുവയ്ക്കുന്നത്. നിലവിൽ ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും സുരക്ഷ എടുത്തുകൊണ്ട് പോയെങ്കിലും നമ്മൾ ഇതുപോലെ തപ്പിയെടുക്കുകയാണെങ്കിൽ ഈ വിമാനത്തിന്റെ നിരവധി അവശിഷ്ടങ്ങൾ, ചെറുതും വലുതുമായ നിരവധി അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ മണ്ണിൽ കിടക്കുന്നുണ്ട് എന്താണ് യാഥാർത്ഥ്യം സുജയ. കാരണം ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതിൽ നിന്ന് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ കൊണ്ടുപോയിട്ടുള്ളൂ. ബാക്കി ഇതിന്റെ പല അവശിഷ്ടങ്ങളും നമുക്ക് വലിയ പൊട്ടിത്തെറികളോടെയൊക്കെ തെറിച്ചു വന്ന പല അവശിഷ്ടങ്ങളും ഉണ്ട്. അതിന്റെ പല പാർട്സും ഒക്കെ ഇപ്പോഴും ഇവിടെ ഈ കൃത്യമായി തന്നെ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയാണ് പാകിസ്ഥാൻ ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പൊട്ടും പൊടിയും ഒക്കെ പെറുക്കിയെടുക്കുകയാണ്. നോബൽ സൂക്ഷിക്കണം, അതുവഴി നടക്കുമ്പോൾ ഒരു ആക്രമണം ഉണ്ടായതിന്റെ ബാക്കി പത്രമാണ് നമ്മൾ അവിടെ കാണുന്നത്. നോബൽ മാരിക്കാരനും നന്ദു പേരാമ്പ്രയുമാണ് ജമ്മുവിലെ അഖ്നൂരിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. JF-17 പതിച്ച സൈറ്റിൽ നിന്നുള്ള ഓൺ സൈറ്റ് റിപ്പോർട്ടാണ് ഫ്രം വാർ ഫ്രണ്ട് ഇപ്പോൾ നോബൽ മാരിക്കാരനും നന്ദു പേരാമ്പ്രയും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്.